ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശാങ്കര ഭാഷ്യം 2-ാം അധ്യായം 21-ാം ശ്ലോകം. ശ്ലോകം ഇവിടെ ചർച്ച ചെയ്തത് ഒരു വിദ്വാന് ജ്ഞാനിക്ക് സർവകർമ്മ അസംഭവം, സർവകർമ്മത്തെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട് ജ്ഞാനിക്ക് സർവകർമ്മത്തെ നിഷേധിക്കുന്നു? അതിന് സമാധാനം പറഞ്ഞു ഭാഷ്യകാരൻ. അവിക്രിയത്വ ആത്മനഃ അവിക്രിയത്വ. ആത്മാവ് വികാരരഹിതമാണ്. അതുകൊണ്ട് ആത്മാവിൽ കർമ്മങ്ങൾ സംഭവിക്കുകയില്ല എന്നാണ്. ഇവിടെ വീണ്ടും സംശയം, ജിജ്ഞാസുവിന് സംശയം വരികയാണ്. ഭാഷ്യത്തിൽ ഉക്ത ഏവ ആത്മനോ അവിക്രിയത്വം സർവകർമ്മ അസംഭവ കാരണവിശേഷ. സർവകർമ്മ അസംഭവ കാരണവിശേഷ. സർവകർമ്മ അസംഭവം. വിദ്വാനിൽ ഒരു കർമ്മങ്ങളും സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. അതിനുള്ള കാരണവിശേഷം, വിശേഷമായ കാരണം. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിന് യുക്തമായൊരു ഹേതു പറയണം. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? വെറുതെ ഒരാശയം പറഞ്ഞു പോയാൽ പോരാ, അത് കാര്യകാരണം യുക്തമായിരിക്കുന്നു. വിദ്വാനിൽ സർവകർമ്മങ്ങളും അസംഭവമാണ്, ഒരു കർമ്മവും നടക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് അതിന് കാരണം? ആത്മനോ അവിക്രിയത്വം. ആത്മാവ് അവിക്രിയമാണ്, ആത്മാവിലൊരു വികാരവും സംഭവിക്കുന്നില്ല. ഉക്തൈവ, കാര്യം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിന് ജിജ്ഞാസു ചോദിക്കുകയാണ്, സത്യം ഉക്തം, അത് നിങ്ങൾ പറഞ്ഞു, പക്ഷേ നതു സകാരണ വിശേഷ അന്യത്വ വിദുഷോ അവിക്രിയാത് ആത്മനീതി. പക്ഷെ ഇവിടെ ജിജ്ഞാസു പറയുകയാണ്, അതിനൊരു കാരണവിശേഷമായിട്ട്, ഒരു പ്രത്യേക കാരണമായിട്ട് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. ആത്മാവിൽ വികാരങ്ങളില്ല, അല്ലെങ്കിൽ പരമാത്മാവ് വികാരശൂന്യനാണ് എന്ന് പറയുന്നതിനെ ഒരു കാരണമായി എടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വിദ്വാനിൽ കർമ്മങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. എന്തുകൊണ്ട്? വിദുഷഃ അവിക്രിയാത് ആത്മനഃ അന്യത്വാ. ഈ വിദ്വാൻ എന്ന് പറയുന്ന ആരാണ്? ചോദ്യം ചോദിക്കുന്നവന്റെ മനസ്സിലുള്ള എന്താണ്?
ഈ വിദ്വാൻ എന്ന് പറയുമ്പോൾ വിദ്യയുള്ളവൻ. ആത്മാവ് നിർഗുണമാണ്, നിരാകാരമാണ്. ആത്മാവിലെങ്ങനെ വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകും? അതിനൊരു തരത്തിലുള്ള വികാരമില്ല. അപ്പോൾ ആത്മാവ്, നിർവികാരിയായ ആത്മാവ് എന്തായാലും ജ്ഞാനിയായിരിക്കാൻ കഴിയില്ല. ജ്ഞാനി എന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം എന്താണ്? ജ്ഞാനം ഉള്ളവൻ. അപ്പം ജ്ഞാനമുള്ളവൻ എന്ന് പറയുമ്പോൾ ജ്ഞാനിയിലും ഒരു വികാരം ഉണ്ടെന്ന് വരും. എന്താണ് ജ്ഞാനം എന്ന വികാരം? ആത്മാവ് അവികാരിയാണെന്ന് പറയുമ്പോൾ ജ്ഞാനി ആത്മാവായിരിക്കാൻ വഴിയില്ല. കാരണം ജ്ഞാനിയിലും വികാരങ്ങളുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നിഷേധിച്ചാലും ജ്ഞാനം എന്നുള്ള വികാരമുണ്ട്. ജ്ഞാനി അറിയുന്നുണ്ടാകും അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ഭാനം ജ്ഞാനിയിലുണ്ടാവും. അപ്പം ജ്ഞാനിയെ എങ്ങനെ വികാരരഹിതനായ ആത്മാവ് എന്ന് പറയാൻ പറ്റും? അപ്പം വിദുഷഃ അന്യത്വ, ആരെയാണോ ജ്ഞാനി എന്ന് വിളിക്കുന്നത് ആ ജ്ഞാനിയിൽ നിന്നും അന്യനാണ് ആത്മാവ്, ഈ പറയുന്ന വികാരരഹിതനായ ആത്മാവ്. അതുകൊണ്ടെന്താണ്? ജ്ഞാനിയിൽ കർമ്മങ്ങൾ സംഭവിക്കാം, ജ്ഞാനിയിൽ വികാരമുണ്ട്. ആത്മാവിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കത്തില്ല. അതിനോട് ഈ ചോദ്യകർത്താവും യോജിക്കുന്നുണ്ട്. കാരണം അത് അവികാരിയാണ്. പക്ഷെ ജ്ഞാനി അവികാരിയല്ല, ജ്ഞാനിയിൽ വികാരമുണ്ട്. ഇത് സ്വാഭാവികമായി വരാവുന്ന ഒരു സംശയമാണ്. ജ്ഞാനി എങ്ങനെ നിർവികാരനായിരിക്കും? നിർവികാരനാണെങ്കിൽ ജ്ഞാനിയിൽ എങ്ങനെ ജ്ഞാനം വരും? ജ്ഞാനമില്ലെങ്കിൽ ജ്ഞാനം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ ജ്ഞാനി എന്ന് വിളിക്കും? ഇതാണ് ഇവിടുത്തെ സംശയം. ഒന്നുകൂടി വിശദീകരിക്കുന്നു. നഹി അവിക്രിയം സ്ഥാനം വിദിതവതഃ കർമ്മ ന സംഭവതി. ഒരു തൂണ്, അതിന് വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷണം, അതിൽ യാതൊരു വികാരവും സംഭവിക്കുന്നില്ല. സ്ഥൂലമായ ദൃഷ്ടിയിൽ, വ്യാവഹാരികമായ ദൃഷ്ടിയിൽ അതിന് ഒരാൾ മനസ്സിലാക്കുന്നു, അറിയുന്നു, ഇത് വികാരരഹിതമായ വസ്തുവാണ് എന്നറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അയാളുടെ മനസ്സ് പ്രവർത്തിക്കും, വാക്ക് പ്രവർത്തിക്കും, കർണങ്ങൾ പ്രവർത്തിക്കും. അതിനൊന്നും അയാളുടെ അറിവ് തടസ്സമല്ല. ഇപ്പോൾ ഒരാൾ ആത്മാവ് നിർവികാരിയാണ് എന്നറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. അത് തൂണിനെ ഒരാൾ അറിയുന്നതുകൊണ്ട് അയാളിൽ കർമ്മങ്ങൾ സംഭവിക്കില്ല എന്ന് പറയുന്നത് പോലെയുള്ളൂ. കാരണം അറിയുക എന്ന് പറയുമ്പോൾ അവിടെ അറിവ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെ ഒരാത്മജ്ഞാനിയിൽ കർമ്മങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും? കുറഞ്ഞപക്ഷം അറിയുക എന്ന് പറയുന്ന ഒരു കർമ്മമെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നാണ്. കാരണം അവിക്രിയം സ്ഥാനം വിദിതവതഃ, വികാരരഹിതമായ ഒരു തൂണിനെ അറിയുന്നവന് കർമ്മന സംഭവതി ഇതിന, കർമ്മങ്ങൾ അയാൾ സംഭവിക്കുന്നില്ല എന്നില്ല. ജ്ഞാനിയിലും കർമ്മം സംഭവിക്കാം എന്ന് പറഞ്ഞാലോ പറയുന്നു അത് ശരിയല്ല. സിദ്ധാന്തി അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്. വിദുഷഃ ആത്മത്വ. ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ ശരിയാണ്. വികാരരഹിതമായ തൂണിനെ കാണുന്നവൻ ആ തൂണിൽ നിന്ന് ഭിന്നനാണ്. അത് ശരിയാണ്. അവിടെ തൂണിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ കർമ്മങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ആ കാണുന്നവൻ. പക്ഷേ ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്താണ് ഇവിടെ പറയുന്ന ഈ വികാരരഹിതനായ ആത്മാവ് വിദുഷഃ ആത്മത്വ, അതാ അറിയുന്നവന്റെ സ്വരൂപം തന്നെയാണ്. ജ്ഞാനി ജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ഏതൊരുവനാണോ അവന്റെ സ്വരൂപമാണ് വിദുഷഃ ആത്മത്വ. ആ വിദ്വാന്റെ സ്വരൂപമാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അവിക്രിയനായ ആത്മാവ്. അല്ലാതെ വിദ്വാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നല്ല, വിദ്വാന്റെ അറിവിന് വിഷയമായിരിക്കുന്ന ഒന്നല്ല. എവിടെയാണോ വിദ്യ നിലനിൽക്കുന്നത് ആധാരമാണ്, ആ സ്വരൂപമാണ്, വിദ്വാന്റെ സ്വരൂപമാണ് ആത്മാവ്. മറിച്ച് വിദ്വാന്റെ വിഷയമല്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജിജ്ഞാസു കരുതുന്ന എന്താണ്? ജ്ഞാനി എന്ന് പറയുമ്പോൾ ആത്മാവ് ജ്ഞാനിക്ക് വിഷയമാണ്. ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്, വിഷയങ്ങളെപ്പോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് ജ്ഞാനി എന്നാണ്. സിദ്ധാന്തി എന്താണ് പറയുന്നത്? ജ്ഞാനി എന്ന് പറയുമ്പോൾ ആർക്കാണോ ആത്മാവ് സ്വസ്വരൂപമാണെന്ന് ബോധ്യം വന്നിരിക്കുന്നത്, വിഷയമായിട്ടല്ല സ്വസ്വരൂപമായിട്ട്, അവനാണ് ആത്മാവ്. അപ്പോൾ അവിടെ ഒരു വീണ്ടും സംശയം വരുന്നു. ദേഹാദി സംഘാതസ്യ വിദ്യത്വ.
ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആളിന് സംശയം വരുന്നത് എവിടെയാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്? ആത്മാവിലാണോ അതോ അനാത്മാവിലാണോ? ഒരാളെ ജ്ഞാനി എന്ന് വിളിക്കുമ്പോൾ ഇവിടെ രണ്ട് വസ്തുക്കളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ആത്മാവ്, മറ്റൊന്ന് അനാത്മാവ്. അനാത്മാവ് എന്ന് പറയുമ്പോൾ മനസ്സ്, ദേഹം, ബുദ്ധിയും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്നു. ചിന്തിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, മനസ്സ് കൂടിച്ചേർന്നിരിക്കുന്ന ഭാഗം, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ചേർന്നിരിക്കുന്നു. മറ്റൊന്ന് നിർഗുണമായ ആത്മാവ്. ഈ ജ്ഞാനം എവിടെയാണ് ഉണ്ടായത്? ആ നിർഗുണമായ ആത്മാവിലാണോ ജ്ഞാനം ഉണ്ടായത്, അതോ ഈ മനസ്സും ബുദ്ധിയും എല്ലാം ഇന്ദ്രിയങ്ങളും ചേർന്നിരിക്കുന്ന ആ ഭാഗത്താണോ? എവിടെയാണ് ഈ ജ്ഞാനം? ആരെയാണ് ജ്ഞാനി എന്ന് വിളിക്കുന്നത്? അത് പറയാൻ എന്താണ്? ദേഹാദി സംഘാതം, മനസ്സ്, ബുദ്ധി, ശരീരം ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഇവിടെ ജ്ഞാനം ഉണ്ടായി. അങ്ങനെ അയാൾ ജ്ഞാനിയായി എന്ന് പറഞ്ഞാലോ? എന്നാ ദേഹാദി സംഘാതസ്യ വിദ്വത്ത. ആ ദേഹാദി സംഘാതത്തിനല്ല വിദ്വത്ത്. ജ്ഞാനിയാകുന്നത് അവിടെയല്ല. മനസ്സിൽ ആത്മാവിൽ നമ്മൾ അനാത്മാവെന്ന് പറയുന്നു. ആ സംഘാതത്തിൽ അതൊന്നല്ല, അതുകൊണ്ട് സംഘാതം എന്ന് പറഞ്ഞു. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയ്ക്കൊന്നും വേർപിരിഞ്ഞ് നിൽക്കാനൊക്കത്തില്ല. ഒരിക്കലും സംഘാതമായിട്ട് നിൽക്കാൻ പറ്റും. സ്ഥൂല ശരീരത്തിൽ നിന്ന് അതിന് വേർപിരിയാം. പക്ഷെ സൂക്ഷ്മ ശരീരത്തിന് ഒരിക്കലും പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ ഒക്കത്തില്ല. മനസ്സൊരു ഭാഗത്തിരിക്കുക, ബുദ്ധി വേറൊരു ഭാഗത്തിരിക്കുക, ഇന്ദ്രിയങ്ങൾ വേറൊരു ഭാഗത്ത് പോവുക, അത് സംഭവിക്കത്തില്ല. അവ നിലനിൽക്കുന്നിടത്തോളം കാലം സംഘാതമായിട്ടേ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ആ സംഘാതത്തിന്, ആ സംഘാതം എന്ന് പറയുന്നു അത് സ്ഥൂലദേഹം എന്ന് പറയുന്ന സംഘാതത്തോടുകൂടി ചേരുന്നു. അപ്പൊ ഈ സംഘാതത്തിൽ ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാലോ? ശരിയല്ല. അങ്ങനെ ആ സംഘാതത്തിൽ ജ്ഞാനം ഉണ്ടായിട്ട് ആ ജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മാവിനെ കാണുന്നു. വിദ്വാൻ എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല. നഹി ദേഹാദി സംഘാതസ്യ വിദ്വത്വ. അത് ജ്ഞാനമുണ്ടായി അവൻ വിദ്വാനാകുന്നില്ല. അതഃ പാരിശേഷ്യാദ് അസംഹത ആത്മാ വിദ്വാൻ അവിക്രിയൈതി തസ്യ വിദുഷഃ കർമ്മ അസംഭവാദ് ആക്ഷേപോ യുക്തഃ കഥം സപരിഷൈ. അതുകൊണ്ടിവിടെ ജ്ഞാനി, വിദ്വാൻ എന്ന് പറയുന്ന ആരെയാണ് അങ്ങനെ പറയുന്നത്? എന്തായാലും ദേഹത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം കൂടെ ചേർന്നൊരു ജ്ഞാനം ഉണ്ടാകാൻ സാധ്യമല്ല. എങ്ങനെ? അഹം ബ്രഹ്മാസ്മി എന്നവിടെ ഒരു ജ്ഞാനം ഉണ്ടാകത്തില്ല. കാരണം അത് സംഘാതമാണ്. അതിനൊരിക്കലും ഞാൻ ബ്രഹ്മമാണ് എന്നൊരു ബോധം അവിടെ ഉണ്ടാകത്തില്ല. അത് ബ്രഹ്മം അല്ലാത്തതുകൊണ്ട് തന്നെ സംഘാതം ഒരിക്കലും ബ്രഹ്മമാകുന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ജ്ഞാനം അവിടെ വരുന്നില്ല. അത് പരിശേഷിക്കുക. പിന്നെ ശേഷിക്കുന്ന എന്താണ്? അശുദ്ധമായ ആത്മാവാണ്. അസംഹത ആത്മാ, അസംഹതനായിരിക്കുന്ന, സംഘാതമല്ലാതിരിക്കുന്ന, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയം, ശരീരം ഇതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്ന അഹം അസംഹതനായിരിക്കുന്ന ആത്മാ വിദ്വാൻ അവിക്രിയ. ആത്മാവിലാണ് ജ്ഞാനം, വികാരരഹിതനാണ്. അങ്ങനെയുള്ള ആ ആത്മസ്വരൂപനായിരിക്കുന്ന തസ്യ വിദുഷഃ, ആത്മസ്വരൂപൻ തന്നെയായിരിക്കുന്ന ആ വിദ്വാന് കർമ്മ അസംഭവം. കാരണം ആത്മാവ് വികാരരഹിതനാണ്, വിദ്വാൻ ആത്മസ്വരൂപനായിരിക്കുന്നു. ദേഹാദി സംഘാത സ്വരൂപമല്ല, ദേഹാദി സംഘാതത്തിലല്ല അവൻ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നത്. ഒരു അജ്ഞാനി ആത്മാവിനെ കുറിച്ച് കേട്ടതിന് ശേഷം അയാൾ താൻ കേട്ട അറിവിനെ വീണ്ടും പറയണം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് എന്തായിരിക്കും? ദേഹാദി സംഘാതത്തെ ആയിരിക്കും. കാരണം അയാൾക്ക് അറിവുള്ളത് ദേഹാദി സംഘാതത്തെയാണ്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇതിനെയാണ് അയാൾ അഹമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഘാതത്തിൽ മനോബുദ്ധി ഇന്ദ്രിയങ്ങളിൽ അയാൾ പറയും അഹം ബ്രഹ്മാസ്മി. പക്ഷേ വിദ്വാൻ ജ്ഞാനിയാണെങ്കിലോ അവിക്രിയനായ ആത്മാവാണ്. തസ്യ വിദുഷഃ, അങ്ങനെയുള്ള ജ്ഞാനിക്ക് എന്താണ്? കർമ്മ അസംഭവ. ആ വിദ്വാൻ എന്ത് ചെയ്യുന്നു? താൻ ആത്മസ്വരൂപനാണ്, വികാരരഹിതനാണ് എന്നുള്ള അനുഭവത്തിൽ ആ വിദ്വാൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് കർമാസംഭവ, ആ വിദ്വാൻ കർമ്മം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ആക്ഷേപവും നേരത്തെ പറഞ്ഞ നിഷേധം എന്താണ്? കഥം സപുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം എന്ന് പറഞ്ഞ ആ വിശേഷം അത്
വിദ്വാന് യോജിക്കുന്നത് തന്നെ എന്നർത്ഥം. ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ആ കാര്യങ്ങൾ. കഥം സ പുരുഷ ഇതി ആക്ഷേപോ യുക്ത. കഥം സ പുരുഷ എന്ന് പറഞ്ഞ് ജ്ഞാനിക്ക് സർവകർമ്മങ്ങളെയും നിഷേധിക്കുന്നത് യുക്തം തന്നെ, അതിൽ അപാകതയൊന്നുമില്ല. യഥാ ബുദ്ധ്യാദി ആഹൃതസ്യ ശബ്ദാദി അർത്ഥസ്യ അവിക്രിയേവ സൻ ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന അവിദ്യയാ ഉപലബ്ധ ആത്മാ കൽപ്യതേ. ആത്മാ കൽപ്യതേ, ഒരുവൻ തന്നെക്കുറിച്ച് തന്നെ സങ്കല്പിക്കുന്നു. കൽപ്യതയെ സങ്കല്പിക്കുന്നു. എല്ലാ ജീവന്മാരും തന്നെ കുറിച്ച് കൽപ്പിക്കുന്നു. എന്ത് കൽപ്പിക്കുന്നു? ഉപലബ്ധ, ഞാനാണ് അറിയുന്നവൻ, ഞാനാണ് പറയുന്നവൻ, ഞാനാണ് കേൾക്കുന്നവൻ, ഞാൻ രുചിക്കുന്നവൻ, മണക്കുന്നവൻ, ഞാൻ ചിന്തിക്കുന്നവൻ. അതാണ് ഉപലബ്ധാവ്. താൻ ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും കൽപ്പിക്കുന്നു. ഓരോ ജീവന് സ്വയം കൽപ്പിക്കുന്നു. ഓരോ ജീവന്റെ അനുഭവമാണത്. ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അനുഭവം കേൾക്കുമ്പോൾ നമുക്കുണ്ട്. അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് ആത്മാവിനാണോ അനാത്മാവിനാണോ? ആർക്കായി അനുഭവം ഉണ്ടാകുന്നു? ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ കൂടി ചേർന്നിരിക്കുന്ന ഈ അനാത്മ വസ്തുവിലാണോ അതോ നിർഗുണമായ ആത്മാവിലാണോ? എവിടെയാണ് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതിന് സമാനം പറയുന്നു അവിദ്യ. ഈ അനുഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവിദ്യ കൊണ്ട് ആത്മാവിൽ. ആത്മാവിൽ ഇത് നടക്കത്തില്ല, പക്ഷെ അവിദ്യ കൊണ്ട് ഇത് ആത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? നിർഗുണമായിരിക്കുന്ന ആത്മാവ്, അവിടെ ഉപലബ്ധ എന്നുള്ള ഭാവം, ഞാൻ അറിയുന്നവൻ എന്നുള്ള ഭാവം. നിർഗുണമായ ആത്മാവിൽ ഇത്തരം ഭാവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ നിർഗുണമായ ആത്മാവിനെയും ഇത്തരം ഭാവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് അതിനിടയ്ക്കുണ്ടായിരിക്കും. കാരണം നിർഗുണമായിരിക്കുന്ന ഈ ആത്മാവിന് യോജിച്ചതല്ല ഈ പറയുന്ന അനുഭവങ്ങൾ. അതിനെ യോജിപ്പിക്കുന്ന ഒന്നിനാണ് ഇവിടെ പറയുന്നത് അവിദ്യയാ. അവിദ്യയാണ് ഇതിന് കാരണം. മറ്റൊരിടത്തും ഇതുണ്ടാകാൻ വഴിയില്ല. ഈ സർവ്വസംസാരത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്? ആ പരമാത്മാവ് തന്നെ. അപ്പൊ ആ പരമാത്മാവിനല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ പറയുന്ന ഉപലബ്ധത്വം, ഈ അറിവ്, ഈ ബോധങ്ങൾ, നാനാത്വ ബോധങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല. അവിടെ ചോദ്യം വരും, അതെങ്ങനെ സംഭവിക്കും? അത് നിർവികാരിയാണല്ലോ, അത് വികാരങ്ങളില്ലല്ലോ. പറയുന്നു അതുണ്ടാകാം. വികാരങ്ങളില്ലാത്തടത്ത് വികാരങ്ങളെ ഉണ്ടാക്കുന്നതാണ് അവിദ്യ. അവിദ്യ ഹേതുവായിട്ട്, ഹേത്വർത്ഥത്തിലാണ്. അവിദ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തൃതീയ വിഭക്തിയാണ് അവിദ്യ. ഹേത്വർത്ഥത്തിലാണ്. അവിദ്യ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ പ്രക്രിയ, അത് സംഭവിക്കുന്ന രീതി, ഇതിനാണ് വൃത്തി പ്രക്രിയ എന്നും അദ്വൈതത്തിൽ പറയുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. വിവേക വിജ്ഞാനവും അവിവേക വിജ്ഞാനവും, രണ്ടു തരത്തിലുള്ള വിജ്ഞാനം ഉണ്ടാവും ജീവന്. വിവേക വിജ്ഞാനമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം. അവിവേക വിജ്ഞാനം ബുദ്ധിവൃത്തികളുമായിട്ടുള്ള അവിവേകം, താതാത്മ്യം, ആ താതാത്മ്യം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, അതാണ് ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ജീവൻ എന്ത് ചെയ്യുന്നു? അവിദ്യ കൊണ്ട് ബുദ്ധിവൃത്തികളോട് താതാത്മ്യപ്പെടുന്നു. ആ ജീവനിൽ അവിദ്യ കൊണ്ട് ബുദ്ധിവൃത്തികൾ ഉണ്ടാകുന്നു. ആ ജീവൻ അവിദ്യ കൊണ്ട് ബുദ്ധിവൃത്തികളോട് താതാത്മ്യപ്പെടുന്നു എന്നർത്ഥം. ബുദ്ധിവൃത്തി മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബുദ്ധി എപ്പോഴാണോ ഒരു ബുദ്ധി, മനസ്സ്, ഇവിടെ അഭേദാർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്ധകരണം, ഏത് ശബ്ദം വേണം ഉപയോഗിക്കുക. ഏത് സമയത്താണോ ഈ ബുദ്ധി ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നത്, അപ്പോൾ ബുദ്ധിക്ക് പറയുന്ന പേരാണ് വൃത്തി. ഏതെങ്കിലും ഒരു വിഷയത്തെ ബുദ്ധി ഗ്രഹിക്കുമ്പോൾ അതിന് വൃത്തി എന്ന് പറയും. ഒരു വിഷയത്തെയും ഗ്രഹിക്കാതിരിക്കുമ്പോൾ അതിനെ ബുദ്ധിയെന്നോ മനസ്സെന്നോ അന്ധകരണമെന്നോ പറയും.
ബുദ്ധി ഒരു വിഷയത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ബുദ്ധിയിൽ ഉൾപ്പെടുക, ഒരു അറിവ് ഒരു വിഷയത്തെ ഉൾക്കൊള്ളുക, അതാണ് ബുദ്ധിവൃത്തി കൊണ്ട് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അതിന് ഏതു സമയവും ജ്ഞാനത്തോടുകൂടിയിരിക്കാൻ പറ്റും. ജ്ഞാനം വിട്ട് മനസ്സ് ബുദ്ധി അതിന് നിലനിൽപ്പില്ല. സദാസമയവും ജ്ഞാന പ്രതിബിംബം അല്ലെങ്കിൽ ജ്ഞാനഛായ, ചിദ്ഭാനം, ഇങ്ങനെ പല ശബ്ദത്തിൽ പറയുന്നു. ആ ചിദ്ഭാനത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും, അത് ചിദാഭാസത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും, ചിത് ഛായയോടുകൂടിയിരിക്കുന്നു എന്ന് പറയും, ചിത് പ്രതിബിംബത്തോടുകൂടിയിരിക്കുന്നു എന്ന് പറയും. എല്ലാത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെ. അങ്ങനെയിരിക്കുന്ന ആ ബുദ്ധിവൃത്തി, അങ്ങനെ ബുദ്ധിവൃത്തി ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബുദ്ധിവൃത്തിക്ക് ഒരു വിഷയം കാണും, ഒരു വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കും. അതാണ് ബുദ്ധിവൃത്തിയാ. ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന അവിദ്യയാ ഉപലബ്ധ ആത്മാ കല്പ്യതേ. എങ്ങനെയാണ് ഇരിക്കുന്നത് ആത്മാവ്? യഥാ ബുദ്ധ്യാദി ആഹൃതസ്യ ശബ്ദാദ്യ അർത്ഥസ്യ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ബുദ്ധ്യാദികൾ, കേവലമായ ബുദ്ധി അല്ല. ബുദ്ധ്യാദി എന്ന് പറയുമ്പോൾ ആ ബുദ്ധിയിൽ ചൈതന്യമുണ്ട്, ആ ബുദ്ധിക്ക് സഹായകമായി ഇന്ദ്രിയം നിൽക്കുന്നു, ആ ബുദ്ധിയെ സഹായിക്കുന്നതിനായിട്ടൊരു വിഷയമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ പറയുന്നത് ബുദ്ധ്യാദി ആഹൃതസ്യ. ബുദ്ധ്യാദികൾ ഗ്രഹിക്കുന്നു എന്തിനെ? ശബ്ദാദി അർത്ഥസ്യ, ശബ്ദാദി അർത്ഥത്തെ, ശബ്ദാദി വിഷയങ്ങളെ ബുദ്ധ്യാദികൾ ഗ്രഹിക്കുന്നു. അതാണ് ബുദ്ധ്യാദി ആഹൃതസ്യ ശബ്ദാദി അർത്ഥസ്യ എന്ന് പറയുന്നത്. ശബ്ദം തുടങ്ങിയ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകം പ്രത്യേക ഇന്ദ്രിയങ്ങൾ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം വിഷയം, ഇന്ദ്രിയങ്ങൾ. പ്രത്യേക വിഷയത്തിന് പ്രത്യേക ഇന്ദ്രിയം. അങ്ങനെ ഓരോരോ വിഷയങ്ങളെയും ഓരോരോ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ആ ബുദ്ധിവൃത്തികളോട്, ആ വിഷയജ്ഞാനത്തോട് എന്ത് ചെയ്യുന്നു? താതാത്മ്യപ്പെടുന്നു. താതാത്മ്യപ്പെട്ട് ജ്ഞാനം ഉണ്ടാകുന്നു. ആർക്ക്? അവിക്രിയേവ സൻ ആത്മാ. ആത്മാവോടെ അവികാരിയായിരുന്നുകൊണ്ട് തന്നെ, ആത്മാവിൽ ഒരു വികാരവും സംഭവിക്കുന്നില്ല. അവിക്രിയേവ സൻ ആത്മാ, ആത്മാവിൽ ഒരു വികാരവും സംഭവിക്കാതെ ഉപലബ്ധ, ആത്മാവ് തന്നെ, തന്റെ സ്വരൂപം തന്നെ ഉപലബ്ധാവായി കൽപ്പിക്കപ്പെടുന്നു. ആ കൽപ്പന, അതിനെന്ത് പറഞ്ഞത്? ബുദ്ധിവൃത്തി അവിവേക വിജ്ഞാനേന. ആ കൽപ്പനയാണ് ബുദ്ധിവൃത്തികളോട് ആ അവികാരിയായിരിക്കുന്ന ആത്മാവ് താതാത്മ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ 2-3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ആത്മാവ് സദാ വികാരരഹിതനായി തന്നെ ഇരിക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അന്ധഃകരണം, ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നു. അന്ധഃകരണവും ഇന്ദ്രിയങ്ങളും എപ്പോഴും ആത്മഛായയോടുകൂടിയിരിക്കുന്നു. അന്ധഃകരണത്തിലും ഇന്ദ്രിയങ്ങളിലും ആത്മഛായ വരുന്നതിന് കാരണം അവിദ്യ ആണ്. അതിന് കാരണം അവിദ്യയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ അന്ധഃകരണം ബാഹ്യവിഷയങ്ങളെ ഗ്രഹിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ വികാരരഹിതനായിരിക്കുന്ന ആത്മാവ് ഇതിനെല്ലാത്തിനോടും താതാത്മ്യപ്പെടുന്നു. ആ മനസ്സിനോട്, ഇന്ദ്രിയങ്ങളോട്, ബാഹ്യവിഷയങ്ങളോട്, അതിൽ നിന്നുണ്ടാകുന്ന അറിവിനോട് എല്ലാം താതാത്മ്യപ്പെടുന്നു. എന്നിട്ട് ഞാനിതാ ഈ വിഷയത്തെ അറിയുന്നു, അതാണ് ഉപലബ്ധൃത്വം എന്നിങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. ഞാൻ ഈ വിഷയത്തെ അറിയുന്നു. എങ്ങനെയാണ് ആ നിർഗുണനായിരിക്കുന്ന ആത്മാവിൽ ജീവഭാവം വന്ന് വിഷയബോധം വരുന്നത്? അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇതിന് പ്രധാന കാരണമായി പറയുന്ന അവിദ്യ. അതുകൊണ്ട് ജീവനിൽ വരുന്ന ഈ ബോധം, ഞാൻ ഈ വിഷയത്തെ അറിയുന്നു, ആ ബോധമാണ് ഉപലബ്ധൃത്വം. അതിനാണ് ഉപലബ്ധാവ് എന്ന് പറയുന്നത്. ഇത് ജീവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സദാസം. നമ്മൾ ഈ
ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെ. ആത്മാവ്, നിർവികാരിയായിരിക്കുന്ന ആത്മാവ് ഇന്ദ്രിയങ്ങളോട് താതാത്മ്യപ്പെട്ട്, വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട്, ഇന്ദ്രിയ വിഷയ സംബന്ധം കൊണ്ടുണ്ടാകുന്ന അറിവിനോടും താതാത്മ്യപ്പെട്ട്, ഞാനിതാ ഈ വിഷയത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാനിതിനെ ചിന്തിക്കുന്നു, ഞാനിതിനെ അറിയുന്നു, മനസ്സിലാക്കുന്നു, ഇങ്ങനെയെല്ലാം കൽപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നിർവികാരിയായിരിക്കുന്ന ആത്മാവ് ഉപലബ്ധാവായതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങളെ കേൾക്കാൻ, ചിന്തിക്കാൻ കഴിയുന്നത്. ഇത് സാധാരണ ജീവന്മാർക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവായൊരു കാര്യം. അടുത്ത് പറയുന്നു, ഏവമേവ ആത്മാനാത്മവിവേകജ്ഞാനേന ബുദ്ധിവൃത്തിയാ വിദ്യയാ അസത്യരൂപയാ ഇവ പരമാർത്ഥതോ അവിക്രിയേയ ആത്മാൻ വിദ്വാൻ ഉച്യതേ. ജ്ഞാനിയിൽ എന്താ സംഭവിക്കുന്നത്? അജ്ഞാനിയെ സംബന്ധിച്ച് ശരി തന്നെയാണ്, അവിദ്യ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അവിദ്യ കൊണ്ട് ആ ജീവൻ മനോബുദ്ധിയതകളോട് താതാത്മ്യപ്പെട്ട്, വിഷയത്തോട് താതാത്മ്യപ്പെട്ട്, ജ്ഞാനത്തോട് താതാത്മ്യപ്പെട്ട്, ഞാനിത് അറിയുന്നു, കേൾക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇതിനപ്പുറം ജ്ഞാനിയിൽ എന്ത് സംഭവിക്കുന്നു? അതാണ് ഇവിടെ പറയുന്നു, ഏവമേവ ആത്മാനാത്മ വിവേകജ്ഞാനേന. ജ്ഞാനിക്ക് വിവേകബോധം ഉണ്ടായി, താൻ ശരീരാദികളിൽ നിന്നും ഭിന്നനാണ്, താൻ ഈ സംഘാതമല്ല എന്നുള്ള ബോധമുണ്ടായി. അതാണ് ആത്മാ അനാത്മ വിവേകജ്ഞാനം. അവിടെ താതാത്മ്യം നഷ്ടപ്പെട്ടു, അധ്യാസം നഷ്ടപ്പെട്ടു. അതാണ് അവിവേകം, താതാത്മ്യം, അധ്യാസം. വിവേകം എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ട് വിവേകജ്ഞാനേന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമുണ്ട്. ഞാൻ പരമാത്മസ്വരൂപനാണെന്നുള്ള ബോധമുണ്ട്. ഈ ബോധം, അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ ആത്മാവ് നിർഗുണനാണല്ലോ. ആ ബോധം എന്തായിരിക്കും? പറയുന്നു, ആ ബോധവും ബുദ്ധിവൃത്തിയ. ഈ പറയുന്ന ബുദ്ധിവൃത്തി വിഷയങ്ങളെ, ഒരു ജീവന് അജ്ഞാനാവസ്ഥയിലിരുന്ന് വിഷയങ്ങളെ അറിയുന്നതിന് ഏതൊരു മനസ്സാണോ അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിവൃത്തിയാണോ സഹായിച്ചത്, അതേ ബുദ്ധിവൃത്തി തന്നെ, അതേ ഉപകരണം തന്നെ, അതേ മനസ്സ് തന്നെ ജ്ഞാനിയെ സഹായിക്കുന്നത്. എന്തിന്? അഹം ബ്രഹ്മാസ്മി എന്നറിയാൻ. അതിനെന്ത് പറയുന്നു? വിദ്യയാ. വിദ്യ, അതിനെ വിദ്യ എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ എന്താണ്? അവിദ്യയാ, മറ്റത് അവിദ്യ. ഇത് വിദ്യ. വിദ്യ കൊണ്ട് എന്തറിയുന്നു? താൻ ആത്മാവാണെന്നറിയുന്നു. അവിദ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു? താൻ ഈ വിഷയങ്ങളെല്ലാം ഗ്രഹിക്കുന്നവനാണെന്നറിയുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ വിദ്യ, വിദ്വാന്റെ വിദ്യ, ആത്മാനാത്മ വിവേകം, ഇത് സത്യമാണോ? സംശയം ഉണ്ടാവും. അതിന് സമാനം പറയുന്നു, അസത്യരൂപയ ഏവ. ഒരിക്കലും സത്യമല്ല. അസത്യരൂപയ ഏവ, അതും അസത്യം തന്നെ. ആത്മാവ് മാത്രം സത്യം. ആത്മാവിൽ ഏത് ജ്ഞാനം ഉണ്ടായാലും അത് അസത്യം തന്നെ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതും അസത്യമാണ്. എന്തുകൊണ്ട്? അത് ബുദ്ധിവൃത്തിയാണ്. ഇവിടെ പറഞ്ഞു ബുദ്ധിവൃത്തിയ. അതെന്താണ്? അത് വിദ്യയാണ്. ഒന്ന് അവിദ്യ, മറ്റൊന്ന് വിദ്യ. രണ്ടും അസത്യമാണ്. ഒന്ന് പരമാർത്ഥവും മറ്റൊന്ന് മിഥ്യയും. അങ്ങനെയല്ല. വിദ്വാന്റെ വിദ്യയും അസത്യമാണ്. എന്തുകൊണ്ട്? അത് ബുദ്ധിവൃത്തിയായതുകൊണ്ട്. പിന്നെന്താ സത്യം? പരമാർത്ഥതോ അവിക്രിയേവ ആത്മാ. പരമാർത്ഥ രൂപത്തിൽ ആത്മാവ് അവിക്രിയനായി തന്നെ ഇരിക്കുന്നു. ഇവിടെ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരാളിൽ വിഷയബോധം ഇരിക്കുന്നു, മറ്റൊരാളിൽ ആത്മബോധം ഇരിക്കുന്നു. ഈ രണ്ട് ബോധത്തിനും തമ്മിലുള്ള സമാനത എന്താണ്? ഈ രണ്ട് ബോധവും അസത്യമാണ്.
ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. വിദ്വാൻ, ജ്ഞാനി. അപ്പം ജ്ഞാനിയിൽ ജ്ഞാനവും ജ്ഞാനിയും അങ്ങനെ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദ്വൈതമായി. അപ്പം ജ്ഞാനി സത്യം, പക്ഷെ ജ്ഞാനം സത്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനി പരമാർത്ഥമാണ്, പക്ഷെ ജ്ഞാനം പരമാർത്ഥമല്ല. വിദ്വാൻ പരമാർത്ഥമാണ്, പക്ഷെ ആ വിദ്വത്ത അത് പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് അനുഭവം ഏത് തരത്തിലായാലും, എത്ര ഉയർന്നതായാലും ശരി, അനുഭവമാണോ അത് ത്രിപുടിയാണ്, നശിക്കുന്നതാണ്. അസത്യം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണെന്നർത്ഥം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടായാലോ, അതായത് ഈ സർവ ദ്വൈതത്തെയും നശിപ്പിക്കുന്ന, അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായാലോ, സാധാരണ അനുഭവങ്ങളിൽ നിന്നും വിലക്ഷണമായി, ലൗകിക ബുദ്ധിയിൽ നിന്നും ഉണ്ടാകാത്തതായ ഒരു അനുഭവം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ അതും നശിക്കുന്നതാണ്. എന്തുകൊണ്ട്? അത് അനുഭവമായതുകൊണ്ട്, വിദ്യ ആയതുകൊണ്ട്. അതും ഈ അന്ധകരണത്തിന്റെ ബുദ്ധിവൃത്തിയുടെ, അന്ധകരണത്തിന്റെ സൃഷ്ടിയാണ്, അതും ബുദ്ധിവൃത്തിയാണ്. അതുകൊണ്ട് അതും നശിക്കും. പക്ഷേ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു അറിവുണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ അവിദ്യ നശിക്കുന്നു. അതാണ് ഇവിടുത്തെ വ്യത്യാസം. സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവിന് അവിദ്യയെ നശിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല. പക്ഷെ ഇവിടെ പറയുന്ന ആത്മാനാത്മ വിവേക വിജ്ഞാനം അത് അവിദ്യയെ നശിപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കും, അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ചു, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പിന്നെ ആത്മാവിൽ വൃത്തികളൊന്നുമില്ലേ? പിന്നെ ആത്മാവിൽ ജ്ഞാനം ഉണ്ടാവുമോ? ഒരാൾക്ക് ആത്മാനാത്മ വിവേക ജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ചു, അതോടുകൂടി പിന്നെ എല്ലാം അവസാനിക്കും. പിന്നെ ജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല. കേവലമായ ആത്മസ്വരൂപത്തിൽ വ്യക്തി സ്ഥിതി ചെയ്യുന്നു. പിന്നെ ആ ആൾ വിദ്വാനാണോ ജ്ഞാനിയാണോ? അതോടുകൂടി എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആരാരെ ഉപദേശിക്കും? ഈ ജ്ഞാനത്തെക്കുറിച്ച് ആർക്കാരോട് പറയാൻ പറ്റും? കാരണം ആ ജ്ഞാനവും അസത്യമാണെന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ അത് നശിക്കുന്നതാണെന്നാണ്. അപ്പം ജ്ഞാനം ഉണ്ടായി, ജ്ഞാനം നശിച്ചു. മറ്റു ജ്ഞാനങ്ങളെപ്പോലെ വിഷയങ്ങളെ അറിയുന്ന ജ്ഞാനം ഉണ്ടാകുന്നു, പ്രദക്ഷിണം അത് മാറിപ്പോകുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായി, ആ ജ്ഞാനം നശിച്ചു. നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ശേഷിക്കുന്നില്ലല്ലോ. പിന്നെ ഗുരുവില്ല, ഉപദേശിക്കാൻ ആളില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരും. അതുകൊണ്ട് ഇതൊരു ചർച്ചാവിഷയമാണ് അദ്വൈതത്തിന്. വളരെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്ത് സംഭവിക്കുന്നു? ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായി, എന്തായാലും ജ്ഞാനം ഉണ്ടായതാണെങ്കിൽ നശിക്കും, അതൊരു നിയമമാണ്. യത്കൃതകം തദനിത്യം. ഈ ലോകത്തെന്തുണ്ടാകുന്നു അത് നശിക്കുന്നു. അജ്ഞാനാവസ്ഥയിൽ എന്തായാലും ജ്ഞാനമില്ല, ഉണ്ടെന്നാരും പറയുന്നില്ല. അപ്പം ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. അജ്ഞാനാവസ്ഥയിൽ നിന്ന് ജ്ഞാനാവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ്. അജ്ഞാനിക്ക് ജ്ഞാനമില്ല. അപ്പോൾ പിന്നെ ജ്ഞാനി എന്ന് പറയുന്ന ആരെ? ജ്ഞാനം ഉണ്ടായ ഒരാളിനെ. അപ്പം ജ്ഞാനിയിലുണ്ടായ ജ്ഞാനം അത് കൃതകം, ഉണ്ടായതാണ്, അത് നശിച്ചേ തീരും. പ്രപഞ്ച നിയമമാണ്. അങ്ങനെ ജ്ഞാനം ഉണ്ടായി അത് നശിച്ചു കഴിഞ്ഞാൽ, അത് നശിക്കുന്നതാണെങ്കിൽ അത് നിലനിൽക്കില്ല. ഉണ്ടായ ഉടൻ തന്നെ അത് നശിക്കണം. പിന്നെ അതിന് കൂടുതൽ കാലം നിൽക്കാനൊക്കത്തില്ല. പിന്നെ ആരെയാണ് പിന്നെ ജ്ഞാനി എന്ന് വിളിക്കുന്നത്? ആരാണ് പിന്നെ ഗുരു? ആരാണ് ഉപദേശിക്കുന്നത്? നിരവധി പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആരാണ് ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്? ജ്ഞാനം ഉണ്ടായി ജ്ഞാനം നശിച്ചു പോയാൽ ആരാ പറയുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ ആത്മാവാണെന്ന് ആർക്ക് പറയാൻ കഴിയും? അങ്ങനെ പറയുന്നവര് ആൾ സംഭവിക്കില്ല. അപ്പോൾ ഈ കാണുന്ന ആർക്കാണോ ജ്ഞാനം സംഭവിച്ചത്
അയാളെ സംഭവിച്ച് എന്താണ് സംഭവിക്കേണ്ടത്? ശരിക്കും അയാളെ ആ ക്ഷണം തന്നെ അയാൾ മരിക്കണം, ചത്തുപോകണം. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടായി, അജ്ഞാനം നശിച്ചു. അജ്ഞാന കാര്യമാണ് ബാക്കിയെല്ലാം നമ്മൾ പറയുന്നുണ്ട്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഈ സ്ഥൂല ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം അജ്ഞാന കാര്യമാണ്. ജ്ഞാനമുണ്ടായി പറയുന്നു അത് നശിക്കുമെന്ന് പറയുന്നു. അജ്ഞാനത്തെ നശിപ്പിച്ചു. അപ്പോ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാധി പ്രാപിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപദേശിക്കാൻ പറ്റുമോ? ശിഷ്യനോട് പറയാൻ പറ്റുമോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മവിദ്യയുടെ പരമ്പര, ഇത് പറയുന്നുണ്ടല്ലോ, അനാദിയായി തുടർന്നു വരികയാണ് ഈ ആത്മവിദ്യയുടെ പരമ്പര, അത് തുടരത്തില്ല. ആർക്കും ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായി, എങ്ങനെയോ ജ്ഞാനം ഉണ്ടായി, ഗുരു ഉപദേശിച്ചു എന്ന് പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഗുരുവില്ല അവിടെ. എങ്ങനെയോ ഉണ്ടായി, ഉടൻ തന്നെ അയാൾ മരിച്ചു, ആത്മവിദ്യ അതോടുകൂടി തീർന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിന് വലിയ ചർച്ചയാണ്. അപ്പൊ അതിന് സമാധാനമാണ് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്നത് ശരിയാണ്. ആത്മജ്ഞാനം ഉണ്ടായാൽ എന്തിനതുണ്ടാകുന്നു? അതുണ്ടാകുന്നത് പ്രകാശം പോലെ. പ്രകാശം എന്തിനുണ്ടാകുന്നു? ഇരുട്ടിനെ നശിപ്പിക്കാൻ. ഭൗതികമായ പ്രകാശം ഇരുട്ടിനെ നശിപ്പിച്ചാലും വീണ്ടും അതങ്ങനെ പ്രകാശിക്കും. അതിന് ഇന്ധനമുള്ളിടത്തോളം ആ പ്രകാശത്തെ നശിപ്പിക്കാൻ ബാഹ്യമായി മറ്റൊന്നും വരാത്തിടത്തോളം കാരണം അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പ്രകാശിക്കുന്നത്? കാരണം ആ പ്രകാശത്തിന്, സൂര്യപ്രകാശത്തിന് പോലും ഇരുട്ടിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. എവിടെയാണ് പ്രകാശമുള്ളത് ആ പ്രകാശത്തിന് തൊട്ടപ്പുറത്ത് അതിനോട് ചേർന്ന് ഇരുട്ട് അതിനെ കാത്തു നിൽക്കുകയാണ്. എപ്പോൾ പ്രകാശം പോകുന്നു അപ്പോൾ അവിടെ കടന്നു വരും. പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഭൗതികമായ ഇരുട്ടിന് പ്രകാശത്തിന് പൂർണ്ണമായി നശിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രകാശം അനേകമാണ്. ഈ അനേകം പ്രകാശങ്ങൾക്ക് ഇരുട്ടിനെ ഭാഗികമായി നശിപ്പിക്കാൻ പറ്റും. ആ ഇരുട്ടും പലതായിട്ടിരിക്കുന്നു. പക്ഷെ അജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അജ്ഞാനം ഏകമാണ്. എന്തുകൊണ്ട്? ആത്മാവേകമാണ്. ആത്മാവേകമായിരിക്കുന്നു. ആ ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഈ അജ്ഞാനം. അതിന്റെ പല ഭാവങ്ങൾ നമുക്ക് അനുഭവമില്ല. നമ്മളെന്താണ് പറയുന്നത്? അഹം അജ്ഞഃ, ഞാൻ അജ്ഞനാണ്. ആത്മാവിലിരിക്കുന്ന അജ്ഞാനത്തെക്കുറിച്ചുള്ള അനുഭവമാണ്. ഏതെങ്കിലും ഒരു ജീവന് ഇതിന് മറുതരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഞാൻ, സർവർക്കും ഞാൻ എന്നുള്ള അനുഭവം, സർവരുടെയും ആ ഞാൻ എന്നുള്ള അനുഭവം ആത്മാവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ അനുഭവത്തിനൊരിടത്തും മാറ്റമില്ല. ആ അനുഭവം തന്നെ ആത്മാവിന്റെ ഏകത്വത്തെ കാണിക്കുന്നു. ആരെങ്കിലും തന്നെ നീ എന്നറിയാറില്ല, ഇതെന്നറിയാറില്ല, മറ്റതെന്നറിയാറില്ല. ഓരോരുത്തരും തന്നെ അറിയുന്നത് എങ്ങനെ? ഞാനെന്നാണ്. അപ്പോൾ ആ അനുഭവങ്ങളുടെ ഐകരൂപ്യം അത് തന്നെ ആത്മാവിന്റെ ഏകത്വത്തിന് പ്രമാണമായിട്ട് പറയാം. അതേ അനുഭവം തന്നെയാണ് ജീവനെ ബോധിപ്പിക്കുന്നത്. എന്താണ്? ഞാൻ അജ്ഞനാണ്, അറിവില്ലാത്തവനാണ്. ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നീ ആത്മാവിനെ അറിയുന്നുണ്ടോ? ഏതാത്മാവ്? എന്താത്മാവ്? അല്ല, നിത്യശുദ്ധ മുക്തസ്വരൂപമായ ആത്മാവാണ്, അതിനെ നീ അറിയുന്നുണ്ടോ? ഇതിന്റെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ആത്മാവിനെ കുറിച്ച് ഉടൻ പറയുന്നത് എന്താണ്? അറിവില്ല, അജ്ഞത. അപ്പൊ ഈ അജ്ഞതയുടെ സ്വരൂപത്തിന്, അജ്ഞതയുടെ ആകാരത്തിന് ഒരിടത്തും മാറ്റമില്ല. അതുകൊണ്ട് ഈ അജ്ഞാനം ഏകമാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന അജ്ഞാനം ഏകമാണ്. എന്തുകൊണ്ട്? സർവ്വജീവന്മാർക്കും അത് ഒരേ രൂപത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. തന്റെ അജ്ഞാനം, തന്നെ കുറിച്ചുള്ള അജ്ഞാനം എന്നുള്ള തരത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. ഈ അജ്ഞാനത്തെയാണ് ആത്മബോധം നശിപ്പിക്കുന്നത്. ആത്മബോധം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ആത്മബോധം ഉണ്ടാകുന്നത് തന്നെ എന്തിനു വേണ്ടി? അതുണ്ടാകുന്നത് തന്നെ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്.
അജ്ഞാനത്തെ നശിപ്പിക്കുന്നതോടുകൂടി അതിന്റെ ജോലി അവസാനിച്ചു. പിന്നെ അത് നിലനിന്നിട്ട് കാര്യമില്ല. പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആത്മബോധം നശിക്കുന്നതോടുകൂടി, അജ്ഞാനം നശിക്കുന്നതോടുകൂടി ആത്മബോധവും നശിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് വിദ്യയാ അസത്യരൂപയ. ആത്മബോധം വിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് അസത്യമാണ്. അത് നശിച്ചു പോകുന്നു. അതിനെ നിലനിന്നിട്ട് കാര്യമില്ല. കാരണം അജ്ഞാനം ആണ് ഇതുവരെ തടസ്സമായി നിന്നത്. ആ വിദ്വാന്റെ ആത്മബോധം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിന്നത് അജ്ഞാനം അതിന്റെ കാര്യങ്ങളുമാണ്. അതിന്റെ കാര്യങ്ങൾ പലതാണ്. അജ്ഞാന കാര്യങ്ങൾ പല രൂപത്തിൽ അനുഭവപ്പെടുന്നു. ബന്ധനം, അജ്ഞാനം കാരണം, ബന്ധനം കാര്യം. അജ്ഞാനം കൊണ്ട് ജീവൻ ബന്ധിക്കുന്നു. ആ ബന്ധനം പലതരത്തിലാണ്. അജ്ഞാനം പലതരത്തിലുള്ള ബന്ധനത്തെ ഉണ്ടാകും. ഏകമായ അജ്ഞാനത്തിൽ നിന്ന് നാനാ ബന്ധനങ്ങളുണ്ടാകും. എങ്ങനെ? ഞാൻ ശരീരമാണെന്നറിയുന്നു, അതൊരു ബന്ധനം. ഈ ശരീരം എന്റേതെന്നറിയുന്നു, മറ്റൊരു ബന്ധനം. പിന്നെ ഈ ശരീര സംബന്ധിയായി മനസ്സ്, ബുദ്ധി, ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് അനേക തരത്തിലുള്ള ബന്ധനങ്ങൾ പ്രതിക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബന്ധനങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഏകമായ അജ്ഞാനമാണ്. ഈ അജ്ഞാന നാശത്തോടുകൂടി ഈ ബന്ധനങ്ങളെല്ലാം നശിക്കുന്നു. ഈ പറയുന്ന അവിക്രിയനായ ആത്മാവ്, അതായത് വിദ്വാൻ ശേഷിക്കുന്നു. വിദ്വാൻ നശിക്കുന്നില്ല, വിദ്യയെ നശിക്കുന്നു. അവിദ്വാൻ ശേഷിക്കുന്നു. അവിടെ ഈ വിദ്വാന് പിന്നീട് വിദ്യ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട്? ആ വിദ്യ അജ്ഞാനത്തെ നശിപ്പിച്ചു. അജ്ഞാനം നശിച്ചതോടുകൂടി അതിന്റെ കാര്യമായ ബന്ധനങ്ങൾ എല്ലാം അവസാനിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന വിദ്വാൻ മുക്തനായി, മുക്തപുരുഷൻ എന്ന് പറയുന്നു. അജ്ഞൻ തന്റെ എല്ലാ വ്യവഹാരങ്ങളും, വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിനെല്ലാം മുഖ്യമായും ആശ്രയിക്കുന്നത് ഈ അജ്ഞാനത്തെയാണ്. വ്യവഹാരത്തിന് ഈ അജ്ഞാനം കൂടിയേ തീരും. വിദ്വാനിൽ ഈ അജ്ഞാനം നശിച്ചു, ബന്ധനം അവസാനിച്ചു. പക്ഷേ വിദ്വാനിൽ തുടർന്ന് എങ്ങനെ പിന്നെ വ്യവഹാരം നടക്കും എന്നുള്ളതാണ്. കാരണം അജ്ഞാനാവസ്ഥയിൽ ഈ വ്യവഹാരത്തിന്, ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും താൻ ആശ്രയിച്ചിരുന്ന അജ്ഞാനം, അതിന്റെ കാര്യങ്ങൾ എല്ലാം ജ്ഞാനം കൊണ്ട് നശിച്ചു. പിന്നെ എന്തിനെ ആശ്രയിച്ച് വ്യവഹരിക്കും എന്ന് പറയാം. ബാക്കിയെല്ലാം നശിച്ചാലും ജ്ഞാനം നിൽക്കും. അത് ജ്ഞാനവും നിൽക്കുന്നില്ല. പറഞ്ഞു എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടായത് അജ്ഞാനത്തെ നശിപ്പിക്കാനാണ്. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനിക്ക്. അതുകൊണ്ട് ജ്ഞാനിക്കൊന്നും നേടാനില്ല. അപ്പം അതും പോയി. പിന്നെ എങ്ങനെ വ്യവഹാരം നടക്കും? അതിന് പറയുന്ന സമാധാനം എന്താണ്? നേരത്തെ പറഞ്ഞു ഭാഷ്യകാരൻ തന്നെ. വിദ്വാന്റെ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞു. വിദ്വാൻ കർമ്മമില്ല. അപ്പം നമ്മൾ പറഞ്ഞു കർമ്മം എന്ന് പറയുന്നത് വെറും പ്രവൃത്തി ഉദ്ദേശിച്ചല്ല. വിദ്വാനിൽ വ്യവഹാരമേ ഇല്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ പരമാർത്ഥം. പിന്നെ പ്രാരബ്ധം എന്നെല്ലാം പറയുന്നത് അതും കൽപ്പിതമാണ്. ആരുടെ കൽപ്പന? അജ്ഞാനിയുടെ കൽപ്പന എന്ന് പറയും. വ്യവഹാരം അജ്ഞാനിക്കാണ്. വിദ്വാൻ സത്യം, വിദ്യ ഉൾപ്പെടെയുള്ള സർവ്വവും ഇങ്ങോട്ടെന്താണ്? വിദ്വാനെ സംബന്ധിച്ച് അജ്ഞാനി കൽപ്പിച്ചു കൊടുക്കുന്നതാണ്, ആരോപിച്ചു കൊടുക്കുന്നതാണ്. വിദ്വാനിൽ അതൊന്നും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അതിന് പ്രാരബ്ധം എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോ ഗുരു, ശാസ്ത്രം, ബന്ധം, മോക്ഷം
തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരമാർത്ഥത്തിൽ ആത്യന്തികമായ ഒരവസ്ഥയിൽ എന്താണ്? അത് കൽപ്പനയാണ്. ബന്ധവും മോക്ഷവും പോലും, അത് പല സ്ഥലങ്ങളിലും പറയും ശാസ്ത്രങ്ങൾ, ബന്ധമോക്ഷങ്ങൾ പോലും എന്താണ്? കൽപ്പനയാണ്. പക്ഷെ അത്തരം ഒരു കൽപ്പനയെ അജ്ഞാനാവസ്ഥയിൽ ജീവൻ ആശ്രയിക്കേണ്ടി വരുന്നു. എന്തിന്? ഇതിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടി, ഇതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് അദ്വൈതിക്ക് അവസാനം പറയാനുള്ള കാര്യം. അതാണ് എല്ലാം കൽപ്പനയാണ് എന്നർത്ഥം. ഇത്യേഷ പരമാർത്ഥത, ഇതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം കൽപ്പിതമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത്. അതാണ് വിവേകം. തന്റെ മോചനത്തിനു വേണ്ടി ഒരു ജീവൻ ഇതെല്ലാം കൽപ്പിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. അതിനാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്നെല്ലാം പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഈ വ്യവഹാരത്തിൽ വരുന്ന നിയമങ്ങളെല്ലാം പാലിക്കുന്നു. പാലിച്ചുകൊണ്ട് സ്വന്തം മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനാണ് സാധന ചതുഷ്ടയ സമ്പന്നൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമത്തെ അറിയാതെ ഇതിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് വിദ്വാന്റെ വിദ്വത്തെയും വിദ്വത്ത് പോലും പരമാർത്ഥത്തിൽ അസത്യരൂപ, അസത്യമാണ്. വിദ്വാൻ അസത്യമല്ല, വിദ്വത്ത അസത്യമാണ്. ഗുരു അസത്യമല്ല, പക്ഷെ നമ്മൾ കൽപ്പിക്കുന്ന ഗുരുത്വം അത് അസത്യമാണ്. നമ്മൾ കൽപ്പിക്കുകയാണ്. ഗുരു സത്യമാണ്. പരമാർത്ഥതോ അവിക്രിയേവ ആത്മാ വിദ്വാൻ. വിദ്വാനെ നിഷേധിക്കുന്നില്ല, ഗുരുവിനെ ആചാര്യനെ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. അതൊക്കെ സത്യം തന്നെ. പക്ഷെ നമ്മളതിൽ കൽപ്പിക്കുന്ന പലതുണ്ടല്ലോ, അതെല്ലാം അസത്യമാണ്, ജീവന്റെ കൽപ്പനയാണ്. പരമാവധി കൽപ്പിക്കാവുന്ന വിദ്യ വരെ എന്നർത്ഥം. അതുകൊണ്ടെന്താണ് പലതരത്തിൽ ഒരേ കാര്യത്തെ പലതരത്തിൽ പറയുന്നു. ഇവിടെ മറ്റൊരു തരത്തിൽ പറയുന്നു, വിദുഷ കർമ്മ അസംഭവജന. വിദ്വാനിൽ കർമ്മം സംഭവമല്ല. നേരത്തെ ഭാഷ്യത്തിൽ പറഞ്ഞു, ഇവിടെ പറയുന്നു വിദ്വാനിൽ കർമ്മമേ സംഭവിക്കത്തില്ല. നേരത്തെ പറഞ്ഞു വിദ്വാനിൽ കാണുന്ന കർമ്മം അതിന് കർമ്മമായി ഗണിക്കാൻ സാധ്യമല്ല. കർമ്മഛായയാണ്, കർമ്മത്തിന്റെ പ്രതിബിംബമാണ്. അപ്പോൾ വിദ്വാനിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വിദ്വാനിൽ അങ്ങനെ ഒരു ജ്ഞാനമില്ലേ, ആത്മബോധം അതോ അസത്യമാണ്, നശിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ വിദ്വാനിലപ്പോ അങ്ങനെ ഒരു ആത്മബോധം ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ട് എന്നും പറയാം. എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു? വിദ്വാനിൽ കർമ്മം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, വിദ്വാനിൽ കർമ്മം കാണുന്നതോ ലോകസംഗ്രഹ പ്രവൃത്തി കാണുന്നതോ അതെങ്ങനെ നിലനിൽക്കുന്നു? പറഞ്ഞു, അത് കർമ്മഛായയാണ്. നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള കർമ്മമല്ല. അങ്ങനെയാണെങ്കിൽ വിദ്വാനിലിരിക്കുന്ന വിദ്യ അജ്ഞൻ കൽപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യയല്ല. അജ്ഞൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞനായിരിക്കുന്ന ഒരുവനും കേൾക്കുന്നു അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ബോധം അവനിലും ഉണ്ടാവും. അവനെന്ത് ചെയ്യുന്നു? തന്നിലിരിക്കുന്ന ആ ബോധത്തെ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധത്തെ ഗുരുവിലേക്ക് ആരോപിക്കുകയാണ്. എന്റെ ഗുരുവിന് ഇതുപോലെ ഒരു വിവരം ഉണ്ടാകുന്നു. അങ്ങനെ കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിനെ കുറിച്ച് അജ്ഞന് വേറെന്താ കൽപ്പിക്കാൻ പറ്റുന്നത്? വിദ്വാന്റെ അവസ്ഥ ഒരിക്കലും അവിദ്വാന്, ജ്ഞാനിയുടെ അവസ്ഥ ഒരിക്കലും അജ്ഞാനിക്ക് പ്രത്യക്ഷമല്ല. പിന്നെ അജ്ഞാനിക്ക് പരമാവധി ചെയ്യാവുന്നുള്ള എന്താണ്? തന്റെ അവസ്ഥയെ ജ്ഞാനിയിൽ ആരോപിക്കുക. തന്നിലുണ്ടാകുന്ന അനുഭവങ്ങളെ ജ്ഞാനിയിലേക്ക് ആരോപിക്കുന്നു. അപ്പോൾ താനും അറിയുന്നു അഹം ബ്രഹ്മാസ്മി. എങ്ങനെയോ കേട്ടോ പറഞ്ഞോ ചിന്തിച്ചോ താനും അറിയുന്നു. അങ്ങനെ അറിയുന്ന അഹം ബ്രഹ്മാസ്മിയെ
ജ്ഞാനിയിലേക്കും എന്ത് ചെയ്യുന്നു? ആരോപിക്കുന്നു. ആരോപിച്ചിട്ട് പറയുന്നു എന്റെ ഗുരു ജ്ഞാനിയാണ്. വാസ്തവത്തിൽ തന്റെ ഗുരുവിൽ കൽപ്പിക്കുന്ന എന്താണ്? തന്റെ ജ്ഞാനത്തെ കൽപ്പിച്ചിരിക്കുന്നു. ഗുരുവിന്റെ ജ്ഞാനം എങ്ങനെയാ ശിഷ്യൻ അറിയുന്നത്? ഗുരുവിന്റെ ജ്ഞാനം എങ്ങനെ അജ്ഞൻ അറിയാൻ പറ്റും? അതറിയാൻ കഴിയത്തില്ല. പിന്നെ തന്റെ ജ്ഞാനത്തെ ഗുരുവിൽ ആരോപിച്ചിട്ട് പറയാൻ എന്താണ്? ഗുരുവും ജ്ഞാനിയാണ്. അപ്പോൾ അതെന്താണ്? തനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി താൻ കൽപ്പിക്കുന്ന ജ്ഞാനം, അത് ജ്ഞാനത്തിന്റെ ഒരു ഛായയാണ്. കർമ്മഛായ എന്ന് പറഞ്ഞതുപോലെ തന്റെ ഒരവലംബമായിട്ട് അജ്ഞൻ കൽപ്പിക്കുന്നതാണ്. അല്ലാതെ ജ്ഞാനിയുടെ അവസ്ഥ ഒരിക്കലും അജ്ഞന വിഷയമല്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ജ്ഞാനിയുടെ നില അല്ലെങ്കിൽ ജ്ഞാനിയുടെ ജ്ഞാനം അജ്ഞാനാവസ്ഥയിൽ ഇരുന്ന് ഊഹിക്കാനേ പറ്റും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കൽപ്പിക്കാനേ പറ്റും. അതൊരിക്കലും അജ്ഞന് വിഷയമാകുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് അതിന്റെ പാരമാർത്ഥിക അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പരമാർത്ഥത്തിൽ അതങ്ങനെ ആകാം എന്നിവിടെ യുക്തിയുക്തമായി ചിന്തിക്കുകയാണ്. ആരുടെ നിലയിൽ ഇവിടെ ചിന്തിക്കുന്നത്? അജ്ഞന്റെ നിലയിലല്ല, ജ്ഞാനിയുടെ നിലയിൽ. ജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ട് ഇവിടെ ചിന്തിക്കുകയാണ്. ജ്ഞാനിയിൽ ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു, ജ്ഞാനവും നശിക്കുന്നു. പിന്നീട് ജ്ഞാനിയുടെ ഗുരുപദേശം തുടങ്ങിയ മറ്റു കാര്യങ്ങൾ, ലോകസംഗ്രഹ പ്രവൃത്തികളെല്ലാം ആന്തരികമായും ബാഹ്യമായും നടക്കുന്നതിന് ഒരു സമാധാനം പറയാനുള്ളൂ ഇവിടെ. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് വിശദീകരിക്കാൻ സാധ്യമല്ല, അതിന് വിശദീകരണങ്ങളൊന്നുമില്ല. പ്രാരബ്ധം എന്ന് പറയുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിൽ സർവ്വം ഒടുങ്ങുന്നു. ജ്ഞാനിയുടെ പ്രാരബ്ധമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് വിദുഷഃ വിദ്വാൻ ആത്മാവുച്യതേ, ആത്മാവിനെ തന്നെയാണ് വിദ്വാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വിദ്വാൻ ആത്മാവ് തന്നെയാണ്. വിദ്വാനിൽ മറ്റൊന്നുമില്ല, ദ്വൈതമില്ല. വിദ്യ ഉൾപ്പെടെയുള്ള യാതൊരു ദ്വൈതവും അവിടെയില്ല, യാതൊരു വികാരങ്ങളുമില്ല. പരമാർത്ഥത്തിൽ അത് അവിക്രിയ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. അത്രമാത്രം അജ്ഞനും ജ്ഞാനിയും, അജ്ഞനും അവിക്രിയനായ ആത്മാവാണ്, ജ്ഞാനിയും അവിക്രിയനായ ആത്മാവാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ പറഞ്ഞു. ഒരിടത്ത് അജ്ഞാനം കൂടി നിലനിൽക്കുന്നു, മറ്റൊരിടത്ത് അതില്ല. ഒരിടത്ത് ആ ജീവൻ ഭാവം ഉണ്ട്, മറ്റൊരിടത്ത് ആ ജീവഭാവം ഇല്ല. ഒരിടത്ത് ബുദ്ധി, ഇന്ദ്രിയം, മനസ്സ്, അറിവ് ഇതിനുള്ളെല്ലാം താതാത്മ്യമുണ്ട്, ബുദ്ധി, വൃത്തി, അവിവേകം, മറ്റൊരിടത്ത് അതില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് വിദ്വാന്റെ നിലയിൽ അതിനെ വിശദീകരിക്കുകയാണ്, ജ്ഞാനിയുടെ നിലയിൽ. അതുകൊണ്ട് ആ വിദ്വാനിൽ വിദ്യ പോലുമില്ല. പിന്നെ എങ്ങനെ അവിടെ കർമ്മം നിലനിൽക്കും? ഇതാണ് ആചാര്യസ്വാമികളുടെ യുക്തി. വിദ്യ, പാരമാർത്ഥികമായ വിദ്യ പോലും ഇല്ലാത്തടത്ത് പിന്നെ കർമ്മം ഇല്ല. അതാണ് അതിന്റെ പരമാർത്ഥം. എന്നാലും നമ്മൾ കർമ്മം കാണുന്നു, അത് നമ്മുടെ അജ്ഞത. വിദുഷ കർമ്മ അസംഭവജന. ഇതൊരു വാശിയല്ല. വിദ്വാനിൽ കർമ്മം പാടില്ല പാടില്ല എന്ന് പറയുകയല്ല, മറിച്ച് വിദ്വാനിൽ കർമ്മം നിലനിൽക്കത്തില്ല എന്നാണ്. ജ്ഞാനം പോലും നിലനിൽക്കാത്തിടത്ത് എങ്ങനെ കർമ്മം നിലനിൽക്കും? അതാണ് കർമ്മ അസംഭവം എന്ന് പറയുന്നത്. അസംഭവിക്കത്തില്ല. അല്ലാതെ വിദ്വാന് കർമ്മത്തെ നിഷേധിക്കുകയല്ല, വെറുതെ നിഷേധിക്കുകയല്ല, പാടില്ല എന്ന് പറയുകയല്ല, അരുതെന്ന് പറയുകയല്ല, മറിച്ച് അതവിടെ ഇല്ല. അസംഭവജന യാനി കർമാണി ശാസ്ത്രേണ വിധീയന്തേ. ഇവിടെയും ചിന്തിക്കുക, ഏത് കർമ്മങ്ങളാണോ ശാസ്ത്രത്താൽ വിധിക്കപ്പെടുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്ന കർമ്മങ്ങൾ വിധിക്കപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ചാണ്. ഭാഷ്യകാരൻ എപ്പോൾ ചർച്ച ചെയ്താലും ആ വിധിച്ച കർമ്മങ്ങൾക്കാണ് മുൻതൂക്കം. അല്ലാത്ത കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. കർമ്മത്യാഗത്തെക്കുറിച്ച് മുഖ്യമായും ചർച്ച ചെയ്യുമ്പോൾ യാനി കർമാണി ശാസ്ത്രേണ വിധീയന്തേ, ഏത് കർമ്മങ്ങളാണോ ശാസ്ത്രത്താൽ വിധിക്കപ്പെടുന്നത്, താനി അവിദുഷോ വിഹിതാനി, അതെല്ലാം അജ്ഞനാണ് വിധിച്ചിരിക്കുന്നത്. ഇതി ഭഗവതോ നിശ്ചയോ അവഗമ്യത. ഇതാണ് ഭഗവാന്റെ നിശ്ചയം, താല്പര്യം എന്നർത്ഥം. പക്ഷെ ഇവിടെ ജിജ്ഞാസോ തലയ്ക്കകത്ത് ആള് താമസമുള്ള ആളാണ്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്,
എന്നാണ് വിദ്യാപി അവദുഷയേവ വിധീയത. വിദ്യ, ഈ വിദ്യയും കുറിച്ചുകൂടെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ. വാദവരാതെ ഒരു ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കുറെ കാലങ്ങളായി കേൾക്കുന്നുണ്ട്. കേട്ട് കേട്ട് മടുത്ത കാര്യമാണ്. ഇതാർക്കാണ്? വിദ്യാപി അവിദുഷയേവ വിധീയന്തേ. ഈ വിദ്യ ആർക്കാ വിധിക്കുന്നത്? കർമ്മം അവിദ്വാനാണെന്നുള്ള കാര്യം സമ്മതിച്ചു. എന്നാ പറയുന്ന ഈ വിദ്യ, ബ്രഹ്മജ്ഞാനം, ആത്മവിദ്യ, ഇതും അവിദ്വാനാണല്ലോ. എന്തുകൊണ്ട്? വിദിത വിദ്യസ്യ പിഷ്ടപേഷണവത് വിദ്യാവിധാന അനർത്ഥയ്ക്ക. ജ്ഞാനിക്ക് വിദ്യ ഉപദേശിക്കേണ്ട കാര്യമുണ്ട്. കർമ്മം അജ്ഞാനിക്കാണ് വിധിച്ചതെങ്കിൽ ജ്ഞാനവും അജ്ഞാനിക്ക് എന്നാണ്. വിദിത വിദ്യസ്യ, വിദ്യ നേടിയവന്, പിഷ്ടപേഷണവത്. പിഷ്ടപേഷണം അതൊരു പ്രയോഗമാണ്. ഒരു വസ്തുവിനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പൊടിച്ചെടുത്ത് വീണ്ടും അതിനെ പൊടിക്കുക, വീണ്ടും പൊടിച്ചുകൊണ്ടേയിരിക്കുക. പൊടിഞ്ഞതിനെ വീണ്ടും പൊടിച്ചിട്ട് കാര്യമില്ല. പിഷ്ടം എന്ന് വെച്ചാൽ പൊടിച്ചത് എന്നത്, പേഷണം എന്ന് വെച്ചാൽ പൊടിക്കുക. അരച്ചതിനെ തന്നെ വീണ്ടും അരയ്ക്കുക. അരയ്ക്കുന്നത് എന്തിനു വേണ്ടി? അത് അരയാൻ വേണ്ടിയിട്ടാണ്, അത് പൊടിയാകാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അതിനെ പൊടിച്ചുകൊണ്ടേയിരിക്കുക. വ്യർത്ഥമായൊരു കാര്യമാണത്. അതുപോലെ ഈ ജ്ഞാനം അജ്ഞാനിക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ല. കർമ്മം അജ്ഞാനിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ജ്ഞാനമാർക്ക്? അതും അജ്ഞാനിക്കെന്നേ പറയാൻ പറ്റും. എന്തുകൊണ്ട്? വിദിത വിദ്യസ്യ. ഇത് അജ്ഞാനിക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. പക്ഷെ പറയുന്നു ഇങ്ങനെയല്ല, ഇത് വിദ്വാനാണ് വിധിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വിദിത വിദ്യസ്യ, വിദ്യ നേടിയവന് പിഷ്ടപേഷണവും വ്യർത്ഥമായൊരു പ്രവൃത്തി പോലെ വിദ്യാവിധാന അനർത്ഥയ്ക്ക. വിദ്യ വിധിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് കർമ്മം അജ്ഞാനിക്കാണെങ്കിൽ ഈ പറയുന്ന ആത്മവിദ്യയും അജ്ഞാനിക്ക് തന്നെ ആയിരിക്കണം എന്നാണ്. കാരണം വിദ്വാന് വിദ്യ ഉപദേശിച്ചു കൊടുത്തിട്ട് എന്താ പ്രയോജനം? അയാളുടെ കയ്യിൽ അതുണ്ട്, ഗുരു പോയി ഉപദേശിക്കേണ്ട കാര്യമില്ല. അപ്പൊ കർമ്മം എങ്ങനെയാണോ അജ്ഞാനിക്ക് വിധിച്ചിരിക്കുന്നത് അതുപോലെ വിദ്യയും അജ്ഞാനിക്കാണ്. അതുകൊണ്ട് തത്ര അവിദുഷ കർമാണി വിധീയന്തേ. അജ്ഞാനിക്ക് കർമ്മങ്ങൾ ന വിദുഷ, ജ്ഞാനിക്ക് കർമ്മത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇത് വിശേഷവും ഉപദ്ധ്യത എന്നിങ്ങനെ നിങ്ങൾ എടുത്തു പറയുന്നത് ശരിയല്ല എന്നാണ്. കർമ്മങ്ങൾ അജ്ഞാനിക്ക് വിധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എടുത്തു പറഞ്ഞ് ശരിയല്ല. എന്തുകൊണ്ട്? ജ്ഞാനവും കർമ്മവും അജ്ഞാനിക്കാണെങ്കിൽ ജ്ഞാനവും അജ്ഞാനിക്കുകയാണ് എന്ന് പറഞ്ഞാലോ ഇത് ചെയ്യുന്ന അത് ശരിയല്ല. ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അനുഷ്ഠേയസ്യ ഭാവ അഭാവ വിശേഷ ഉപത്തേഹി. അനുഷ്ഠേയത്തിന്റെ ഭാവം, അനുഷ്ഠേയത്തിന്റെ അഭാവം, അങ്ങനെ ഇതിന് രണ്ടിനും ഒരു വ്യത്യാസമുണ്ട്, വിദ്യയ്ക്കും കർമ്മത്തിനും. അനുഷ്ഠേയം കർത്തവ്യം, കർമ്മത്തിൽ കർത്തവ്യമുണ്ട്, വിദ്യയിൽ അതില്ല. അതുകൊണ്ട് വിശദമായി ചർച്ച ചെയ്യും. ജ്ഞാനവും കർമ്മവും ഇത് രണ്ടും അജ്ഞാനിക്കാണോ? അതാണ് ചോദ്യം. അതിന് സമാധാനം പറഞ്ഞു വരികയാണ്. ഇതിന്റെ രണ്ടിനും വ്യത്യാസമുണ്ട്, കർമ്മ ഉപദേശത്തിനും ജ്ഞാനോപദേശത്തിനും. എന്താണ് വ്യത്യാസം? കർമ്മ ഉപദേശത്തിൽ അനുഷ്ഠേയമുണ്ട്, കർത്തവ്യമുണ്ട്. ജ്ഞാനോപദേശത്തിൽ കർത്തവ്യമൊന്നുമില്ല, മറിച്ചത് കർത്തവ്യത്തെ നശിപ്പിക്കുകയാണ്. അതാണ് അനുഷ്ഠേയസ്യ ഭാവം, കർത്തവ്യത്വത്തിന്റെ ഭാവം. കർത്തവ്യം നിലനിൽക്കുന്നു ഒരിടത്ത്, ഒരിടത്ത് കർത്തവ്യം ഇല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വിശേഷം, ഭേദം. ഉപപത്തേഹി, അതിന് യുക്തിയുണ്ട്. എങ്ങനെ? അതിനെ വിശദീകരിക്കുന്നു. അഗ്നിഹോത്രാദി വിദ്യാർത്ഥജ്ഞാന ഉത്തരകാലം അഗ്നിഹോത്രാദി കർമ്മ അനേക സാധന ഉപസംഹാരപൂർവകം അനുഷ്ഠേയം കർത്താഹം മമ കർത്തവ്യം ഇത്യവം പ്രകാര വിജ്ഞാനവതോ അവിദുഷ യഥാ അനുഷ്ഠേയം ഭവതി നതു തഥാ ന ജായതേ ഇത്യാദി ആത്മസ്വരൂപ വിദ്യാർത്ഥജ്ഞാന ഉത്തരകാല ഭാവി കിഞ്ചിദനുഷ്ഠേയം ഭവതി കിന്തു നാഹം കർത്ത നാഹം ഭോക്ത ഇത്യാദി ആത്മീകത്വ അകർത്തൃത്വാദി വിഷയജ്ഞാനാത് അന്യത് ന ഉത്പദ്യതേ ഇത്യേഷ വിശേഷ ഉപപദ്യതേ. കർമ്മോപദേശവും ജ്ഞാനോപദേശവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്.
കർമ്മത്തെ ഉപദേശിച്ചു കഴിഞ്ഞാലോ ഇവിടെ പറയുന്നത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ തന്നെ, വേറെ കർമ്മമല്ല. മറ്റു കർമ്മത്തെ എന്തുകൊണ്ട് പറയുന്നു? മറ്റു കർമ്മങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, തനിയെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ട് വിധേയമായ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സഹജമായി ചെയ്യുന്ന പ്രവൃത്തികളല്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ വേദം പഠിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല. വേദപഠനം കൂടാതെ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം സാധാരണ കർമ്മങ്ങളാണ്. വേദം പഠിച്ചതിന് ശേഷം വേദത്തിൽ നിന്ന് അറിഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത്തരം കർമ്മങ്ങളെ മാത്രമേ വിധേയ കർമ്മങ്ങളെന്ന് പറയാൻ പറ്റൂ, വിധിക്കപ്പെട്ട കർമ്മങ്ങൾ. അതാണിവിടെ കർമ്മമെന്ന് പറഞ്ഞ് ശങ്കരാചാര്യർ പറയുന്നതെന്ന് ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. കാരണം ഈ കർമ്മം എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ ഗീതാ വ്യാഖ്യാതാക്കളെല്ലാം സാധാരണ പറയുന്ന കർമ്മം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളാണ്. കർമ്മയോഗം എന്ന് പറയുമ്പോഴും സാധാരണ പ്രവൃത്തി വരും, കർമ്മത്യാഗം എന്ന് പറയുമ്പോഴും സാധാരണ പ്രവൃത്തി വരും. അങ്ങനെ ഇതിന് ഒരുപാട് ആശയക്കുഴപ്പമുള്ളതാണ്. അതല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ധരിക്കും ഞാനിത് എവിടുന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവന്നാണ്, എന്റെ സ്വന്തമായി പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഓരോ വാക്കും വായിച്ചിട്ട് ഇതിലെഴുതിയിരിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നത് കണക്കാക്കും. അങ്ങനെയല്ല, ഇവിടെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ഇവിടെ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന കർമ്മങ്ങളെ അല്ല. അപ്പൊ ചോദിക്കും പിന്നെ ഇതുവരെയുള്ളവരൊക്കെ പഠിപ്പിച്ചതോ? അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇനി അവരെ കാണുമ്പോൾ ചോദിക്കുക ഇതുവരെ പഠിച്ചതും പഠിപ്പിച്ചതും. ഇവിടെ ഇപ്പോ ഭാഷ്യകാരൻ പറയുന്നത് ഒരു കൂടെ നോക്കിക്കൊള്ളുക, അഗ്നിഹോത്രാദി കർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് വേദം പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ട കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, തുണി നനയ്ക്കുന്നു, ഇതൊന്നുമല്ല അഗ്നിഹോത്രാദി. ഇത് വേദം പഠിച്ചേ ചെയ്യാൻ പറ്റും. വേദം പഠിക്കുന്നവർ ഇത് ചെയ്യുന്നത്. വേദം പഠിക്കുകയും ഇത് ചെയ്യുന്നവരടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അത്തരം കർമ്മങ്ങൾ. വിദ്യാർത്ഥം, അതിന്റെ വിധി, വേദവിധി, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, വിദ്യാർത്ഥജ്ഞാന ഉത്തരകാലം, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നിവിടെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർമ്മ എന്ന് പറയുന്നിടത്ത് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നു അഗ്നിഹോത്രാദി കർമ്മ, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. ഈ കർമ്മങ്ങളാണ് ഇവിടെ, ഈ കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അതിൽ യുദ്ധം വരെ വന്നു. യുദ്ധവും ഇതുപോലെയുള്ള ഒരു കർമ്മമാണ്. അതെ, അത് സ്മാർത്ഥ കർമ്മം എന്ന് പറയും. ക്ഷത്രിയന്റെ നിത്യകർമ്മമായി അതും വിധിച്ചിരിക്കുകയാണ് യുദ്ധം. ഇങ്ങനെ വരുന്ന കർമ്മങ്ങൾ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങൾ. ഒന്ന് ആശ്രമധർമ്മം, മറ്റൊന്ന് വർണ്ണധർമ്മം. വർണ്ണങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, പിന്നെ ആശ്രമങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ. രണ്ടും തമ്മിൽ വിധി എന്നുള്ള രൂപത്തിൽ വ്യത്യാസമുണ്ട്. വർണ്ണങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ വേറെ, ആശ്രമങ്ങൾ ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം തുടങ്ങിയവയ്ക്ക് വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ. അങ്ങനെ വർണ്ണ കർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ. അതിൽപ്പെടുന്നതാണ് ഈ അഗ്നിഹോത്രാദി കർമ്മവും യുദ്ധവും എല്ലാം. അങ്ങനെയുള്ള കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ, വേദം വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് തോന്നും ആ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് തോന്നും. അവൻ അനുഷ്ഠിക്കുന്നു. അതായത് ആ കർമ്മങ്ങളെക്കുറിച്ച് കേൾക്കുന്നവന് എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചുള്ള കർത്തൃത്വ ബോധം ഉണ്ടാകുന്നു. അജ്ഞന് ഞാൻ ചെയ്യേണ്ടവനാണ്, എനിക്കിത് ചെയ്യണമെന്ന് ബോധം ഉണ്ടാകുന്നു. അതാണ് കർമ്മവിധികളെ സംബന്ധിച്ച് വരുന്ന പ്രത്യേകത. ജ്ഞാനം എന്ന് പറയുന്ന വാസ്തവത്തിൽ അത് വിധിയല്ല എന്ന് പറയും. കർമ്മവിധി പോലെയുള്ള വിധിയല്ല. കാരണം വിധിയിൽ എന്ത് വരുന്നു? എപ്പോഴും കർമ്മപ്രേരണയുണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മപ്രേരണയല്ല, അതുകൊണ്ട് അതിനെ വിധിയല്ല എന്ന് പറയും. എന്നാൽ വിധി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും അത് വിധിയല്ല. മറിച്ച് ജ്ഞാനം എന്താണ് ചെയ്യുന്നത്? അത് സ്വരൂപബോധകമാണ്. സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. എന്ത് ബോധിപ്പിക്കുന്നു? നിന്നിൽ കർത്തവ്യത്വമില്ല, നീ കർത്താവല്ല. ഇത്തരം കർമ്മങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അഗ്നിഹോത്രാദി കർമ്മങ്ങളുടെ കർത്തവ്യത്വം, കർത്തൃത്വം നിന്നില്ല എന്ന് ബോധിപ്പിക്കുകയാണ്. അത്
പൂർണ്ണമായും കർത്തൃത്വത്തെ തന്നെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു ഉപദേശം കേൾക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കർത്തവ്യത്വം ഇല്ലാതാവുന്നു. പെട്ടെന്ന് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള കർത്തവ്യത്വം വരാമല്ലോ. കേട്ടുകഴിഞ്ഞാൽ പിന്നെ മനനം, നിധ്യാസനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണോ അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ കർത്തവ്യത്വം വരുന്നത്, അതുപോലെ ആത്മാവിനെ ശ്രവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനെ മനനം ചെയ്യണം, നിധ്യാസനം ചെയ്യണം, സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കണം. ഇങ്ങനെ കുറെ കർത്തവ്യങ്ങൾ ബോധം വരാമല്ലോ. പറയുന്നു വരത്തില്ല. ഇതൊന്നും എന്താണ്, ഈ ഒരു കാര്യവും കർത്തവ്യത്വ ബോധത്തോടുകൂടി ചെയ്യേണ്ടതല്ല, കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളല്ല. കാരണം ഈ ശ്രവണ മനനങ്ങളിലെല്ലാം അനുസന്ധാനം ചെയ്യുന്ന എന്തിനെയാണ്? ആത്മാവിന്റെ കർത്തൃത്വത്തെ അല്ല. ശ്രവണവും മനനവും ഒന്നും ചെയ്യേണ്ടെന്നുള്ളതല്ല, അതെല്ലാം ചെയ്യുമ്പോഴും ആ ശ്രവണ മനനങ്ങളിൽ അനുസന്ധേയമായിരിക്കുന്നത് കർത്തവ്യത്വമോ കർത്തൃത്വമോ അല്ല, മറിച്ച് ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപമാണ്. അതുകൊണ്ട് ശ്രവണ മനനാദികളിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനിലും ഞാൻ കർത്താവാണ്, എന്നിൽ കർത്തൃത്വമുണ്ട്, എനിക്കിന്നെല്ലാം കർത്തവ്യമായിരിക്കുന്നു എന്നൊരു ഭാവം വരാൻ പാടില്ല. മറിച്ച് ഞാൻ അകർത്താവാണ്, എന്നിൽ അനുഷ്ഠേയമായ ഒന്നുമില്ല എന്നുള്ളൊരു ബോധം വരികയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാലേ ശ്രവണ മനനങ്ങൾ അർത്ഥവത്താകത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണോ കർമ്മത്തിൽ കർത്തൃത്വവും കർത്തവ്യത്വവും ആവശ്യമായി വരുന്നത്, അതുപോലെ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ഉപദേശങ്ങൾ, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്ന ഇത്തരം ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അവനിൽ പിന്നീട് കർത്തൃത്വത്തെ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ കർത്തവ്യത്വത്തെ ഉറപ്പിക്കുന്നതായി ഒന്നുമില്ല. ശ്രവണ മനനാദികൾ തുടർന്നാലും ആത്മാനുസന്ധാനം തുടർന്നിടത്തുമെല്ലാം അവൻ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നുണ്ട്. അവിടെ കർത്തവ്യത്വം ഇല്ല. അപ്പൊ ജ്ഞാനസാധനയിൽ അത്തരമൊരു കർത്തവ്യത്വമില്ല. ആ ജ്ഞാനസാധനയിൽ മാത്രമല്ല, ഭക്തി സാധനയിലായാലും അത്തരം കർത്തൃത്വവും കർത്തവ്യത്വം ഒന്നും വരാൻ പാടില്ല. ഇവിടെ ഇപ്പം നമ്മൾ തത്വജ്ഞാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കർത്തൃത്വം, അതുകൊണ്ടാണ് പറയുന്നത് എന്തിന് കർമ്മയോഗത്തിൽ പോലും അത് വരാൻ പാടില്ല. കേവല കർമ്മത്തിൽ, അജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന കർമ്മത്തിൽ വരുന്ന കർത്തൃത്വത്തെ കർമ്മയോഗത്തിൽ എന്ത് ചെയ്യുന്നു? ത്യജിച്ചുകൊണ്ടാണ് കർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ കർമ്മയോഗത്തിൽ പോലും കർത്തൃത്വമില്ല. അതുകൊണ്ട് ജ്ഞാനസാധനയിലും, ജ്ഞാനനിഷ്ഠ നമ്മുടെ ഭാഷ്യകാരൻ പറയുന്ന ആ ജ്ഞാനസാധനയിലും കർത്തൃത്വാദിബോധങ്ങളെല്ലാം ഇല്ലാതാക്കി, അതിനെ ഒഴിവാക്കി അനുസന്ധാനം തുടരുകയാണ്. അതുകൊണ്ട് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കർമ്മം വിധിച്ചിരിക്കുന്നിടത്ത് അവൻ കർത്തൃത്വബോധത്തോടുകൂടി അത് ചെയ്യാൻ പറ്റും. അതേസമയം ജ്ഞാനത്തെക്കുറിച്ച് ഉള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കർത്തൃത്വത്തെ നിഷേധിക്കുന്നുകൊണ്ട് തുടർന്ന് വരുന്ന ജ്ഞാനസാധനങ്ങളിലൊന്നും കർത്തൃത്വം ഇല്ല. ജ്ഞാനത്തിൽ കർത്തൃത്വമില്ല, കർമ്മത്തിൽ കർത്തൃത്വമുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഇവിടെ പറയുന്നത്. നമ്മൾ തുടർന്ന് അടുത്ത ചർച്ച ചെയ്യുന്നതാണ്. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.